ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാമത്തെ അധ്യായം, അതിൽ 23-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അധൈകോനവിംശോऽധ്യായः. മൈത്രേയ ഉവാച. മൗക്തികൈः കുസുമസ്രഗ്ഭിർദുകൂലൈः സ്വർണതോരണൈः മഹാസുരഭിർധൂപൈർമണ്ഡിതം തത്ര തത്ര വൈ ചന്ദനാഗുരുതോയാർദ്രരഥ്യാചത്തുര മാർഗവത് പുഷ്പാക്ഷതഫലൈസ്തോക്മൈർലാജൈരർച്ചിഭിരർച്ചിതം സവൃന്ദൈः കദളീസ്തംഭൈः പൂഗപോദൈः പരിഷ്കൃതം തരുപല്ലവമാലാഭിः സർവതസ്സമലം കൃതം പ്രജാസ്തം ദീപബലിഭിः സംഭൃതാശേഷമംഗളൈः അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാः ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ചർത്വിജാം വിവേശഭവനം വീരः സ്മയമാനോ ഗതസ്മയः പൂജിതഃ പൂജയാമാസ തത്ര തത്ര മഹായശാः പൗരാഞ്ജാനപദാംസ്താംസ്താൻ പ്രീതപ്രിയവരപ്രദः സ ഏവമാദീന്യനവദ്യചേഷ്ടിതः കർമാണി ഭൂയാംസി മഹാൻ മഹത്തമഃ കുർവൻ ശശാസാവനിമണ്ഡലം യശ സ്ഫീതം നിധായാരുരുഹേ പരം പദം. സൂത ഉവാച. തദാദിരാജസ്യ യശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത് സഭാജിതം ക്ഷത്താ മഹാഭാഗവതസ്സദസ്പദേ കൗശാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. വിതുര ഉവാച. സോഭിഷിക്തപൃഥുർവിപ്രൈർലബ്ധാശേഷ സുരാർഹണഃ ബിഭ്രത്സ വൈഷ്ണവം തേജോ ബാഹ്വര്യാഭ്യം ദുദോഹഗം കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാ ലോകാസ്തപാല ഉപജീവന്തി കാമമദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. മൈത്രേയ ഉവാച. ഗംഗായമുനയോർനദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയാ സർവത്രാസ്ഖലിതാ ദേശസ്സപ്തദ്വീപൈകദണ്ഡധൃഗ് അന്യത്ര ബ്രാഹ്മണകുലാദന്യത്രാച്യുത ഗോത്രതഃ ഏകദാസീൻ മഹാസത്രദീക്ഷാ തത്ര ദിവോഗസാം സമാജോ ബ്രഹ്മർഷീണാം രാജർഷീണാം ച സത്തമാ തസ്മിന്നർഹൽസു സർവേഷു സർച്ചിതേഷു യഥാർഹതഃ ഉത്ഥിതഃ സദസോ മധ്യേ താരാണാമുടുരാടിവ പ്രാംശുപ്പീനായതഭുജോ ഗൗരക്കഞ്ചാരുണേക്ഷണഃ സുനാസഃ സുമുഖഃ സൗമ്യ പീനാംസസ്സുദ്വിജസ്മിതഃ വ്യൂഢവക്ഷാ ബൃഹത്ശ്രോണിർവലിവദ്ഗുദളോദരഃ ആവർത്തനാഭിരോജസ്വി കാഞ്ചനോരുരുദഗ്രപാത് സൂക്ഷ്മവക്രാസിതസ്നിഗ്ധമൂർധജക്കംബുകന്ധര മഹാധനേതുകൂലാഗ്രേ പരിധായോപവീയ ച വ്യഞ്ജിതാശേഷഗാത്രശ്രീർനിയമേ ന്യസ്തഭൂഷണഃ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണി കൃതോചിതഃ ശിശിരസ്നിഗ്ധദാരാക്ഷ സമൈക്ഷതസമന്ദദഃ ഊജിവാനിതമുർവീശ സദസംഹർഷയന്നിവ ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢമവിക്ലവം സർവേഷാമുപകാരാർത്ഥം തദാ അനുവദന്നിവ. രാജോവാച. സഭ്യാ ശൃണുത ഭദ്രം വസ്സാധവോ യൈഹാഗതാ സൽസു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷസ്ഥാപിതാ പൃഥക് തസ്യ മേ തദനുഷ്ഠാനാദ്യാനാഹുർ ബ്രഹ്മവാദിനഃ ലോകാസ്യുക്കാമസംദോഹ യസ്യ തുഷ്യതി ദിഷ്ട്യദൃക്. ഇതാണ് അവസാനം എടുത്ത ശ്ലോകം. അപ്പോൾ ബ്രഹ്മവാദികൾ പറയുന്ന ആ അഭീഷ്ടതങ്ങളായിരിക്കുന്ന ആ പുണ്യലോകങ്ങൾ ആ പ്രജാപാലന നിമിത്തം തനിക്ക് ലഭ്യമാകും. ആ കർമ്മസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ തന്നിൽ സന്തോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ തസ്യമേ തദനുഷ്ഠാനാഹുർ ബ്രഹ്മവാദിനഃ ലോകാസ്യുക്ക കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ട്യദൃക്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 24-ാമത്തെ ശ്ലോകം. യ ഉദ്ധരേൽക്കരം രാജാ പ്രജാ ധർമ്മേഷ്വശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി ച. യ ഉദ്ധരേത്കരം രാജാ പ്രജാ ധർമ്മേഷ്വശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി ച. ആ പ്രജകളെ ആ ധർമ്മത്തിൽ നിലനിർത്താതെ
ധർമ്മേഷ്വശിക്ഷയൻ അശിക്ഷയൻ ധർമ്മത്തിൽ നിലനിർത്താതെ പ്രജകളെ പ്രജാധർമ്മേഷ്വശിക്ഷയൻ യഹ രാജ ഏത് രാജാവാണോ കരം ആ രാജഭോഗം ഉദ്ധരേത് പിരിച്ചെടുക്കുന്നത് അദ്ദേഹം സ്വംഭകം തൻ്റേതായിരിക്കുന്ന ആ പുണ്യത്തെ ജഹാദിച്ച കളഞ്ഞവനാകുന്നു, തൻ്റേതായിരിക്കുന്ന പുണ്യത്തെ കളഞ്ഞവനാകുന്നു. പ്രജാനാം പ്രജകളുടെ ആ പാപഫലം അവരെ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഒന്നും കൂടി പറയാം. യ ഉദ്ധരേത് ആരാണോ പിരിച്ചെടുക്കുന്നത് കരം, ആരാണോ പിരിച്ചെടുക്കുന്നത്, രാജ ഏത് രാജാവാണോ കരം പിരിച്ചെടുക്കുന്നത്, പ്രജാധർമ്മേഷ് അശിക്ഷയൻ ധർമ്മത്തിൽ നിലനിർത്താതെ ആ പ്രജകളെ നിലനിർത്താതെ ആ പ്രജകളിൽ നിന്നും ആ ഏത് രാജാവാണോ കരം പിരിച്ചെടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ആ പ്രജാനാം ശമലം ഭുങ്ക്തെ അവർ പ്രജകളുടെ പാപഫലത്തെ ഭുജിക്കുന്നു. ഭുങ്ക്തെ ഭഗം ജസ്വം ജഹാദിസ തൻ്റേതായിരിക്കുന്ന പുണ്യത്തെ അവൻ കളഞ്ഞവനും ആകുന്നു, പുണ്യത്തെ കളഞ്ഞവനും ആകുന്നു എന്നാണ് ഇവിടെ അർത്ഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. പ്രജാഹ പ്രജകളെ, ധർമ്മേഷു ധർമ്മത്തിൽ, അശിക്ഷയൻ നിലനിർത്താതെ, യഹ രാജ ഏതു രാജാവാണോ കരം രാജഭോഗം ഉദ്ധരേത് പിരിച്ചെടുക്കുന്നത് അദ്ദേഹം സ്വംഭഗം തൻ്റേതായ പുണ്യത്തെ ജഹാദിച്ച കളഞ്ഞവനാകുകയും പ്രജാനാം പ്രജകളുടെ ശമലം പാപഫലം ഭുങ്ക്തേച്ച അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നുകൂടി പറയാം. പ്രജാഹ പ്രജകളെ, ധർമ്മേഷു ധർമ്മത്തിൽ, അശിക്ഷയൻ നിലനിർത്താതെ, യഹ രാജ ഏതു രാജാവാണോ കരം രാജഭോഗം ഉദ്ധരേൽ പിരിച്ചെടുക്കുന്നത് അദ്ദേഹം സ്വംഭഗം തൻ്റേതായ പുണ്യത്തെ ജഹാദിച്ച കളഞ്ഞവനാവുകയും പ്രജാനാം പ്രജകളുടെ ശമലം പാപഫലം ഭുങ്ക്തേച്ച അനുഭവിക്കുകയും ചെയ്യുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് പ്രജാഹ ധർമ്മേഷു അശിക്ഷയൻ യഹ രാജ കരം ഉദ്ധരേത് സ്വംഭഗം ജഹാദിച്ച പ്രജാനാം ശമലം ഭുങ്ക്തേച്ച. എന്നുകൂടി പറയാം. പ്രജാഹ ധർമ്മേഷു അശിക്ഷയൻ യഹ രാജ കരം ഉദ്ധരേത് സ്വംഭഗം ജഹാദിച്ച പ്രജാനാം ശമലം ഭുങ്ക്തേച്ച. പ്രജകളെ അധർമ്മത്തിൽ നിലനിർത്താതെ ഏതു രാജാവാണോ ആ രാജഭോഗം പിരിച്ചെടുക്കുന്നത് അദ്ദേഹം തൻ്റേതായിരിക്കുന്ന പുണ്യത്തെ കളഞ്ഞവനാവുകയും പ്രജകളുടെ ആ പാപഫലത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനാൽ കാമങ്ങളെല്ലാം അനുഭവിക്കുമാറ് എനിക്ക് ഊർധ്വലോക സൗഖ്യങ്ങൾ സിദ്ധിക്കും. കപ്പം പിരിച്ച് ആ പ്രജകളെ വേണ്ട പോലെ പരിപാലിക്കാതിരുന്നാൽ ആ രാജാവിൻ്റെ പുണ്യം നശിക്കും, പ്രജകൾ ചെയ്യുന്ന പാപഫലം അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. പ്രജകളെ അധർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കാതെ കരം വാങ്ങുക മാത്രം ചെയ്യുന്ന രാജാവ് പ്രജകളുടെ പാപം അനുഭവിക്കുകയും തൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ രാജാവായിരിക്കുന്ന ഏതൊരുവൻ ആ പ്രജകളെ അധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാതെ അവരിൽ നിന്ന് ആ രാജഭോഗത്തെ പിരിച്ച് കൈവശപ്പെടുത്തുന്നുവോ ആ രാജാവ് പ്രജകൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് ഭവിക്കുന്ന ആ ദുഃഖത്തെ അനുഭവിക്കും. അവൻ്റെ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് സിദ്ധിച്ചിട്ടുള്ള ആ രാജ്യൈശ്വര്യാദി ഭോഗങ്ങളിൽ നിന്നും ഭ്രഷ്ടനായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. യഹ് പ്രജാഹ ധർമ്മ അശിക്ഷയൻ ഏതൊരു പ്രജകളെയാണ് ധർമ്മത്തെ നിലനിർത്താതെ പ്രജകളിൽ നിന്നും യഹ പ്രജാഹ ധർമ്മേ ശിക്ഷയൻ ധർമ്മത്തിൽ നിന്നും നിലനിർത്താതെ ഏതൊരാളാണോ പ്രജകളിൽ നിന്നും കരം ഗൃഹാതി കരം പിരിക്കുന്നത് സപ്രജാനാം ആ പ്രജകളുടെ പാപം ഭുങ്ക്തേ ആ രാജാവ് ആ പിരിക്കുന്ന ആൾ പ്രജകളുടെ പാപത്തെ ഭുജിക്കണമെന്നർത്ഥം. യ പ്രജാഹ ധർമ്മേയ ശിക്ഷയൻ ഏതൊരു ആൾ പ്രജകളിൽ നിന്നും ധർമ്മം നിലനിർത്താതെ കരം ഗൃഹാതി രാജഭോഗം ഗ്രഹിക്കുന്നു സപ്രജാനാം ആ പ്രജകളുടെ പാപം പിരിച്ചെടുക്കുന്ന ആൾ ഭുങ്ക്തേ ഭുജിക്കേണ്ടതായി വരുന്നു.
ഇപ്പോൾ വ്യാഖ്യാനം യഹ പ്രജാഃ ധർമ്മേ ശിക്ഷയൻ കരം ഗൃഹാതി സ പ്രജാനാം പാപം ഭുങ്ക്തേ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തത് പ്രജാഃ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ കുരുതാധോക്ഷജധിയസ്തർഹി മേനുഗ്രഹകൃതഃ. തൽപ്രജാഃ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ കുരുതാധോക്ഷജധിയസ്തർഹി മേ അനുഗ്രഹകൃതഃ. അപ്പോൾ ഹേ പ്രജാഃ അല്ലയോ പ്രജകളെ, അതിനാൽ നിങ്ങളുടെ നാഥനായിരിക്കുന്ന നമ്മുടെ ആ പരലോക ശ്രേയസ്സിന് വേണ്ടിയിട്ട് അസൂയാദി ദോഷങ്ങൾ ഇല്ലാത്തവരായിട്ടുള്ളവരും ശ്രീവാസുദേവനിൽ അർപ്പണ മനോഭാവത്തോടു കൂടിയവരും ആയിട്ട് ആ സ്വധർമ്മത്തെ തന്നെ അനുഷ്ഠിക്കുവിൻ, സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കുവാൻ. അങ്ങനെ ആയാൽ എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ടതായി. അല്ലയോ പ്രജകളെ, തത് പ്രജാഃ അല്ലയോ പ്രജകളെ, അതിനാൽ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ നിങ്ങളുടെ നാഥനായിരിക്കുന്ന നമ്മുടെ ആ നാഥനായിരിക്കുന്ന നമ്മുടെ രാജാവിൻ്റെ, നിങ്ങളെയൊക്കെ പരിപാലിക്കുന്ന എൻ്റെ ആ രാജാവിൻ്റെ പരലോക ശ്രേയസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അസൂയാദി ദോഷങ്ങളെ ഇല്ലാത്തവരും സ്വാർത്ഥമേവ അനസൂയവ അസൂയാദി ദോഷങ്ങളില്ലാത്തവരായിട്ടും അധോക്ഷജിത് ശ്രീ വാസുദേവനിൽ അർപ്പണ മനോഭാവത്തോടു കൂടിയവനായിട്ടും കുരുതാധോക്ഷജധിയ കുരുത എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കുവിൻ, അധോക്ഷജിയ വാസുദേവാർപ്പണ മനോഭാവരായിട്ട് അതിനെ അനുഷ്ഠിക്കുവിൻ. തർഹി അങ്ങനെ ആയാൽ മേ എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ടതായി, എനിക്ക് അനുഗ്രഹം വന്നു ചേരും. അങ്ങനെ ആയാൽ തൽ പ്രജാഃ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവ കുരുതാധോക്ഷജധിയസ്തർഹി മേ അനുഗ്രഹ കൃതഃ. പദങ്ങൾ ഹേ പ്രജാഃ അല്ലയോ പ്രജകളെ, തത് അതിനാൽ ഭർതൃപിണ്ഡാർത്ഥം നിങ്ങളുടെ നാഥനായിരിക്കുന്ന നമ്മുടെ ആ പരലോക ശ്രേയസ്സിന് വേണ്ടി അനസൂയവ അസൂയാദി ദോഷങ്ങളില്ലാത്തവരും അധോക്ഷജധിയ ശ്രീ വാസുദേവാർപ്പണ മനോഭാവത്തോടു കൂടിയവരുമായിട്ട് സ്വാർത്ഥം ഏവ സ്വധർമ്മത്തെ തന്നെ കുരുത അനുഷ്ഠിക്കുവിൻ. തർഹി അങ്ങനെയായാൽ മേ എനിക്ക് അനുഗ്രഹം കൃതഃ ചെയ്യപ്പെട്ടതായി. ഒന്നുകൂടെ പറയാം. ഹേ പ്രജാഃ അല്ലയോ പ്രജകളെ, തത് അതിനാൽ ഭർതൃപിണ്ഡാർത്ഥം നിങ്ങളുടെ നാഥനായ ഈ രാജാവിന് സ്വന്തം നമ്മുടെ ആ പരലോക ശ്രേയസ്സിന് വേണ്ടിയിട്ട് അനസൂയവ അസൂയാദി ദോഷങ്ങളില്ലാത്തവരും അധോക്ഷജധിയ ശ്രീ വാസുദേവാർപ്പണ മനോഭാവത്തോടു കൂടിയവരുമായിട്ട് സ്വാർത്ഥം ഏവ സ്വധർമ്മത്തെ തന്നെ കുരുത അനുഷ്ഠിക്കുവിൻ. തർഹി അങ്ങനെയായാൽ മേ എനിക്ക് അനുഗ്രഹം കൃതഃ ചെയ്യപ്പെട്ടതായി. അപ്പോൾ ഇതിൻ്റെ അന്വയം വന്നിട്ട് ഹേ പ്രജാ തൽ ഭർതൃപിണ്ഡാർത്ഥം അനസൂയവ അധോക്ഷജധിയ സ്വാർത്ഥം ഏവ കുരുത തർഹി മേ അനുഗ്രഹ കൃതഃ. ഒന്നുകൂടി പറയാം. ഹേ പ്രജാ തൽ ഭർതൃപിണ്ഡാർത്ഥം അനസൂയവ അധോക്ഷജധിയ സ്വാർത്ഥം ഏവ കുരുത തർഹി മേ അനുഗ്രഹ കൃതഃ. അല്ലയോ പ്രജകളെ, അതിനാൽ നിങ്ങളുടെ നാഥനായിരിക്കുന്ന നമ്മുടെ ആ പരലോക ശ്രേയസ്സിന് വേണ്ടിയിട്ട് അസൂയാദി ദോഷങ്ങളില്ലാത്തവരും ശ്രീ വാസുദേവാർപ്പണ മനോഭാവത്തോടു കൂടിയവരുമായിട്ട് ആ സ്വധർമ്മത്തെ തന്നെ അനുഷ്ഠിക്കുവിൻ. അങ്ങനെ ആയാൽ എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ടതായി. അപ്പോൾ അല്ലയോ പ്രജകളെ, അതുകൊണ്ട് നിങ്ങളുടെ നാഥനായിരിക്കുന്ന നമ്മുടെ ആ സദ്ഗതിക്ക് വേണ്ടിയിട്ട് അസൂയാദി ദുർഗുണങ്ങൾ ഉപേക്ഷിച്ചും ഭഗവതർപ്പണമായും സ്വധർമ്മം അനുഷ്ഠിക്കുവിൻ. അത് നമുക്കൊരു അനുഗ്രഹമാകും, നിങ്ങൾക്കും പരമശ്രേയസ്സിന് ഉപകരിക്കും. അപ്പോൾ അതിനാൽ ആ പ്രജകളെ, നിങ്ങൾ രാജാവായ എൻ്റെ ഭാവിഹിതത്തിന് അസൂയാദി ദോഷങ്ങൾ വിട്ട്
ആ ഭഗവാനിൽ തന്നെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുവിൻ. എന്നാൽ അത് എൻ്റെ നേരെയുള്ള അനുഗ്രഹം ആകും. പ്രജകൾ സ്വധർമ്മ സംരക്ഷണം ചെയ്യുന്നതിനാൽ രാജാവിന് പരലോകങ്ങളിൽ സുഖം ലഭിക്കും എന്നത് വേദസിദ്ധാന്തമാകയാൽ ഹേ പ്രജകളെ, നിങ്ങളുടെ പാലകനായ എൻ്റെ ഹിതത്തിനായിട്ട് നിങ്ങളെ ഞാൻ ശാസിക്കുന്നുവെന്നുള്ള ആ ദോഷഭാവം കൂടാതെയും ഈശ്വരാജ്ഞയെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെയും എൻ്റെയും ധർമ്മമാണെന്നുള്ള ആ വിചാരത്തോടു കൂടെയും സ്വധർമ്മത്തെ തെറ്റില്ലാതെ നടത്തുവിൻ. അതിനാൽ തന്നെ നിങ്ങൾക്കും ഇഹപര സൗഖ്യം ലഭിക്കും. നിങ്ങളുടെ ആ സ്വധർമ്മ ശ്രദ്ധ എനിക്ക് ഒരനുഗ്രഹമായിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം നമുക്ക്. ഹേ പ്രജാ സ്വധർമ്മമേവ ആദോക്ഷജതിയ, അല്ലയോ പ്രജകളെ, നിങ്ങൾ ആ സ്വധർമ്മത്തെ ഭഗവതർപ്പണമായിട്ട് അനുഷ്ഠിച്ചിട്ട്, ഹേ പ്രജാ സ്വധർമ്മമേവ ആദോക്ഷജതിയ, ഭഗവാനിൽ അർപ്പണമായിട്ട് സ്വധർമ്മത്തെ അനുഷ്ഠിച്ചിട്ട് കുരുത ചെയ്യുക, സ്വധർമ്മം അനുഷ്ഠിക്കുക. തർഹി അതുകൊണ്ട് മേ അനുഗ്രഹകൃതോ എനിക്ക് അനുഗ്രഹം ലഭിക്കും. ഹേ പ്രജാ സ്വധർമ്മമേവ ആദോക്ഷജതിയ കുരുത, അതുകൊണ്ട് പ്രജകളെ സ്വധർമ്മത്തെ ഭഗവാനിൽ അർപ്പിതമായിട്ട് കുരുത ചെയ്യൂ. അപ്പോൾ തർഹി മേ അനുഗ്രഹകൃതോ ഭവേത്, എനിക്ക് ആ അനുഗ്രഹം ലഭിക്കും. ഹേ പ്രജാ സ്വധർമ്മമേവ ആദോക്ഷജതിയ ഗുരുത തർഹി മേ അനുഗ്രഹകൃതോ ഭവേത്. അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. 26-ാമത്തെ ശ്ലോകം. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോമലാ കർത്തുഃ ശാസ്തുരനുജ്ഞാതുസ്തുല്യം യൽപ്രേത്യതൽഫലം. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോമലാ കർത്തുഃ ശാസ്തുരനുജ്ഞാതുസ്തുല്യം യത് പ്രേത്യതത്ഫലം. എന്നൂടി ചൊല്ലാം. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോമലാ കർത്തുഃ ശാസ്തുരനുജ്ഞാതുസ്തുല്യം യത് പ്രേത്യതത്ഫലം. അല്ലയോ നിർമ്മലന്മാരായിരിക്കുന്ന ആ പിതൃക്കളെ, ഋഷിമാരെ, പരലോകം പ്രാപിച്ചിട്ട് ഏത് ഫലമാണോ അത് ആ കർത്താവിനും അതുപോലെ ശാസിച്ചു ചെയ്യിച്ചവനും ഈ രണ്ടുപേർക്കും തുല്യമായിട്ടാണ് ലഭിക്കുക എന്നത് നിങ്ങൾ അംഗീകരിച്ചാലും പറയണം. യൂയം തദനുമോദധ്വം, നിങ്ങൾ അത് അംഗീകരിച്ചാലും എന്ത്? പിതൃദേവർഷയോമലാഹ, അല്ലയോ നിർമ്മലരായിരിക്കുന്ന പിതൃക്കളെ, ദേവന്മാരെ, ഋഷിമാരെ, കർത്തുഃ ശാസ്തുരനുജ്ഞാതുസ്തുല്യം, കർത്താവിനും ശാസിച്ചു ചെയ്യപ്പെട്ടവനും തുല്യമായിട്ടാണ് യൽ പ്രേത്യ, ഏതു ഫലമോ അത്, പരലോകത്ത് പോയാലുണ്ടായിരിക്കുന്ന ആ ഫലം കർത്താവിനും ശാസ്താവിനും തുല്യമായിട്ടുള്ളതാണ് ഫലം എന്നത് നിങ്ങൾ അംഗീകരിച്ചാലും, രണ്ടുപേർക്കും ഒരേ ഫലമാണ് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കണമെന്ന്. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോമലാഹ കർത്തുഃ ശാസ്തുരനുജ്ഞാതുസ്തുല്യം യൽപ്രേത്യ തത്ഫലം. ഹേ അമലാഹ, അല്ലയോ നിർമ്മലനായ പിതൃദേവർഷയ, പിതൃക്കളെ, ദേവന്മാരെ, ഋഷിമാരെ, പ്രേത്യ പരലോകം പ്രാപിച്ച് യത് ഫലം, എന്ത് ഫലമോ തത്, യത് പ്രേത്യ എന്ന് പറഞ്ഞാൽ പരലോകം പ്രാപിച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഫലം അത് രണ്ടുപേർക്കും ഒരേപോലെ ബാധകമാണെന്നർത്ഥം. അതായത് ചെയ്യിക്കുന്നവനും ശാസിച്ച് ചെയ്യിക്കുന്നവനും അതുപോലെ ആ ചെയ്തവനും ഒരേ ഫലം ലഭിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേത്യ പരലോകം പ്രാപിച്ച യത് ഫലം, ഏത് ഫലമോ തത് അത്, കർത്തുഃ കർത്താവിനും, ശാസ്തഃ ശാസിച്ചു ചെയ്യിച്ചവനും തുല്യമാണ്. തത് എന്നത് യൂയം നിങ്ങൾ അനുമോദധ്വം അംഗീകരിച്ചാലും. ഒന്നും കൂടി പറയാം. ഹേ
അമലാഹ അല്ലയോ നിർമ്മലരായിരിക്കുന്ന പിതൃദേവർഷയ പിതൃക്കളെ ദേവന്മാരെ ഋഷിമാരെ പ്രേത്യ പരലോകം പ്രാപിച്ച് യത് ഫലം ഏത് ഫലമോ തത് അത് കർത്തുഹു കർത്താവിനും ശാസ്തുഹു ശാസിച്ചു ജയിച്ചവനും തുല്യമാണ് തത് എന്നത് യൂയം നിങ്ങൾ അനുമോദധ്വം അംഗീകരിച്ചാലും. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ഹേ അമലാഹ പിതൃദേവർഷയ പ്രേത്യ യത് ഫലം തത് കർത്തുഹു ശാസ്തുഹു തുല്യം തത് യൂയം അനുമോദധ്വം. എന്നുകൂടി പറയാം. ഹേ അമലാഹ പിതൃദേവർഷയ പ്രേത്യ യത് ഫലം തത് കർത്തുഹു ശാസ്തുഹു തുല്യം തൽ യൂയം അനുമോദധ്വം. അല്ലയോ നിർമ്മലരായിരിക്കുന്ന പിതൃക്കളെ ദേവർമാരെ ഋഷിമാരെ പരലോകം പ്രാപിച്ചിട്ട് ഏത് ഫലമോ ലഭിക്കുന്നത് അത് കർത്താവിനും ശാസിച്ചു ചെയ്യിച്ചവനും തുല്യമാണ് എന്നത് നിങ്ങൾ അംഗീകരിച്ചാലും. അപ്പോൾ പ്രജകളുടെ ആ പുണ്യപാപങ്ങൾ രാജാവിനെ ബാധിക്കുന്ന തത്വം ആ മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലയോ വിശിഷ്ടരായിരിക്കുന്ന പിതൃക്കളെ ദേവന്മാരെ ഋഷിമാരെ കർമ്മം ചെയ്യുവാൻ ഉപദേശിക്കുന്നവനും അനുഷ്ഠിക്കുന്നവനും അതിനെ അനുമോദിക്കുന്നവനും പരലോകത്തിൽ അനുഭവിക്കേണ്ട ഫലം തുല്യമാണ് എന്ന തത്വം ഭവാന്മാർ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അല്ലയോ വിശിഷ്ടരായിരിക്കുന്ന പിതൃക്കളെ ദേവന്മാരെ ഋഷിമാരെ കർമ്മം ചെയ്യുവാൻ ഉപദേശിക്കുന്നവനും അതുപോലെ അത് അനുഷ്ഠിക്കുന്നവനും അതിനെ അനുമോദിക്കുന്നവനും. അപ്പോൾ ഇവിടെ അനുമോദിക്കുന്നവനും പരലോകത്തിൽ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഫലം തുല്യമാണ് എന്ന തത്വം ആ ഭവാന്മാർ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധാത്മാക്കളായിരിക്കുന്ന പിതൃദേവർഷിമാരെ നിങ്ങൾ അനുമോദിക്കുക. മരണാനന്തരമുള്ള ഫലം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും അനുമോദിക്കുന്നവനും എല്ലാം തുല്യമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ രാഗദ്വേഷാദി ദോഷ ലേശബാധയില്ലാത്തതിനാൽ അശുദ്ധ അന്ധക്കരണന്മാരായിരിക്കുന്ന പിതൃദേവർഷികളെ ഞാൻ പറഞ്ഞത് ധർമ്മം തന്നെയെങ്കിൽ നിങ്ങളതിനെ അനുമോദിക്കുവിൻ. ഞാൻ പറഞ്ഞത് ധർമ്മമെങ്കിൽ നിങ്ങളതിനെ അനുമോദിക്കുവിൻ. അപ്പോൾ മാത്രമേ എല്ലാവർക്കും സമ്മതമായി വരികയുള്ളൂ. ധർമ്മത്തെ ആചരിക്കുന്നവനും എന്നതിനെ ശാസിക്കുന്നവനും ആചരിക്കുന്നതിനെ അനുമോദിക്കുന്നവനും പരലോകത്തിലെ തുല്യമായിരിക്കുന്ന ഫലം ലഭിക്കുമല്ലോ. ഇവിടെ വ്യാഖ്യാനത്തിൽ വന്നിട്ട് ഹേ ദേവാദ്യ അല്ലയോ ദേവന്മാരെ ദേവാദികളെ ദേവാദ്യ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ ഋഷികളെ പിന്നെ ആരെ പറഞ്ഞിരിക്കുന്നത് യൂയം തദനുമോദ പിതൃക്കളെ ദേവന്മാരെ മഹർഷിമാരെ പിതൃക്കളെ ഏതാണ് ദേവാദ്യാഹ എന്ന് പറഞ്ഞില്ലേ. ഹേ ദേവാദ്യാഹ യൂയം നിങ്ങൾ തദനുമോദധ്വം അനുമോദനം അനുമോദിക്കൂ. യൂയം തദനുമോദധ്വം അംഗീകരിക്കണം എന്നർത്ഥം. കർത്തുഹു ശാസ്തുഹു ശാസ്തുരനുജ്ഞാതുഹു കർത്താവിനും ശാസിക്കുന്നവനും അനുജ്ഞാതുഹു അതിനനുമോദിക്കുന്നവനും ഫലം തുല്യം ഭവതി. അവർക്ക് കിട്ടുന്ന ഫലം പരലോകത്തിൽ കിട്ടുന്ന ഫലം തുല്യമായിരിക്കുന്ന അർത്ഥം. അപ്പോൾ യൂയം തദനുമോദധ്വം നിങ്ങൾ അംഗീകരിക്കണം. എന്ത്? കർത്തുഹു
ചെയ്യുന്നവനും ശാസ്തുഹു ശാസിക്കുന്നവനും അനുജ്ഞാതുഹു അനുമോദിക്കുന്നവനും പരലോകത്തിൽ കിട്ടുന്ന ഫലം തുല്യം ഭവതി. അതാണ് അതിലത്തെ വ്യാഖ്യാനം. ഹേ ദേവാദ്യാഹ യൂയം തദനുമോദധ്വം കർത്തുഹു ശാസ്തുരനുജ്ഞാതുഹു ഫലം തുല്യം ഭവതി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 27. അസ്തിയജ്ഞപതിർനാമ കേഷാം ചിദർഹസത്തമാ ഇഹാമുത്ര ലക്ഷ്യന്തെ ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവഃ. അസ്തിയജ്ഞപതിർനാമ കേഷാം ചിദ അർഹസത്തമാ ഇഹാമുത്ര ലക്ഷ്യന്തെ ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവഃ. അപ്പോൾ അല്ലയോ പരമവന്ദ്യരെ, അർഹത്തമ എന്ന് പരമമായിട്ട് അർഹിക്കുന്നവർ വന്ദ്യരെ, അല്ലയോ പരമവന്ദ്യരെ, കേഷാം ചിലരുടെയെല്ലാം അഭിപ്രായത്തിൽ, കേഷാം ചിലരുടെയെല്ലാം അഭിപ്രായത്തിൽ കർമ്മങ്ങൾക്ക് അധിപനായിട്ട് ഒരാളുണ്ട്. പ്രകാശം ചൊരിയുന്ന ആ ഭോഗഭൂമികൾ ഇഹലോകത്തിലും പരലോകത്തിലും ചിലയിടത്ത് മാത്രം കാണപ്പെടുന്നു. അല്ലയോ അർഹത്തമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ പരമവന്ദ്യന്മാരെ, കേഷാം ചിത് ചിലരുടെയെല്ലാം അഭിപ്രായത്തിൽ ആ യജ്ഞപതി നാമ യജ്ഞകർമ്മങ്ങൾക്ക് അധിപനായ ഒരാൾ ഉണ്ട്. യജ്ഞകർമ്മങ്ങൾക്ക് അധിപനായിട്ട് ഒരാളുണ്ട്. ജ്യോത്സ്നാവത്യ പ്രകാശം ചൊരിയുന്ന ഭുവഃ ഭോഗഭൂമികൾ ഇഹലോകത്തിലും പരലോകത്തിലും ചിലയിടത്ത് മാത്രം കാണപ്പെടുന്നു. ചില സ്ഥലത്ത് മാത്രമേ പ്രകാശം ചൊരിയുന്ന ആ ഭോഗഭൂമികൾ ജ്യോത്സ്നാവത്യ പ്രകാശം ചൊരിയുന്ന ഭുവഃ ഭോഗഭൂമികൾ ഇഹലോകത്തിലും പരലോകത്തിലും ചിലയിടത്ത് മാത്രം, ഈ രണ്ട് ലോകത്തിലായാലും ചിലയിടത്ത് മാത്രമാണ് ഈ പ്രകാശം ചൊരിയുന്ന ഭോഗഭൂമികൾ കാണപ്പെടുന്നതെന്നർത്ഥം. അപ്പോൾ പദങ്ങൾ നോക്കാം. ഹേ അർഹസത്തമാ അല്ലയോ പരമവന്ദ്യരെ, കേഷാം ചിത് ചിലരുടെയെല്ലാം അഭിപ്രായത്തിൽ യജ്ഞപതി നാമ ആ യജ്ഞകർമ്മങ്ങൾക്ക് അധിപനായിട്ട് ഒരാൾ അസ്തി ഉണ്ട്. യജ്ഞപതി നാമ അസ്തി ആ യജ്ഞകർമ്മങ്ങൾക്ക് അധിപതിയായിട്ട് ഒരാളുണ്ട്. ജ്യോത്സ്നാവത്യ പ്രകാശം ചൊരിയുന്ന ഭുവഃ ഭോഗഭൂമികൾ ഇഹലോകത്തിലും അമുത്ര പരലോകത്തിലും ക്വചിത് ചിലയിടത്ത് മാത്രം ലക്ഷ്യതയെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് അസ്തി യജ്ഞപതിർനാമ യജ്ഞപതിയായിരിക്കുന്ന ആ ഭഗവാൻ എന്ന ഒരാളുണ്ട്. കേഷാഞ്ചിൽ അർഹസത്തമാ ചിലരുടെ അഭിപ്രായത്തിൽ ഇഹാമുത്ര ലക്ഷ്യന്തേ ഇഹലോകത്തിലും പരലോകത്തിലും കാണപ്പെടുന്നു. എന്ത്? ജ്യോത്സ്നാവത്യ ക്വചിത് ഭുവഃ പ്രകാശം ചൊരിയുന്ന അഭോഗഭൂമികൾ ചില സ്ഥലത്ത് മാത്രം കാണപ്പെടുന്നു എന്നർത്ഥം. ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ അർഹസത്തമാഹ അല്ലയോ പരമവന്ദ്യരെ, കേഷാം ചിലരുടെയെല്ലാം അഭിപ്രായത്തിൽ യജ്ഞപതി നാമ യജ്ഞകർമ്മങ്ങൾക്ക് അധിപനായിട്ടുള്ള ഒരാൾ അസ്തി ഉണ്ട്. ജ്യോത്സ്നാവത്യ പ്രകാശം ചൊരിയുന്ന ഭുവഃ ഭോഗഭൂമികൾ ഇഹലോകത്തിലും അമുത്രച പരലോകത്തിലും ക്വചിൽ ചിലയിടത്ത് മാത്രം ലക്ഷ്യതയെ കാണപ്പെടുന്നു. ഒന്നും കൂടി പറയാം. ഹേ അർഹസത്തമാഹ അല്ലയോ പരമവന്ദ്യരെ, കേഷാം ചിലരുടെയെല്ലാം അഭിപ്രായത്തിൽ യജ്ഞപതി നാമ യജ്ഞകർമ്മങ്ങൾക്ക് അധിപനായിട്ട് ഒരാൾ അസ്തി ഉണ്ട്. ജ്യോത്സ്നാവത്യ പ്രകാശം ചൊരിയുന്ന ഭുവഃ ഭോഗഭൂമികൾ ഇഹലോകത്തിലും അമുത്രച പരലോകത്തിലും ക്വചിൽ ചിലയിടത്ത് മാത്രം ലക്ഷ്യതയെ കാണപ്പെടുന്നു. അപ്പോൾ ഈ തന്വയം വന്നിട്ട് ഹേ അർഹസത്തമാഹ കേഷാം യജ്ഞപതി നാമ അസ്തി ജ്യോത്സ്നാവത്യ ഭുവഃ ഇഹ അമുത്രച ക്വചിത് ലക്ഷ്യത്തെ. ഒന്നും കൂടി പറയാം. ഹേ അർഹസത്തമാഹ കേഷാം യജ്ഞപതി നാമ അസ്തി ജ്യോത്സ്നാവത്യ ഭുവഃ ഇഹ അമുത്രച ക്വചിത് ലക്ഷ്യത്തെ. അല്ലയോ പരമവന്ദ്യരെ, ചിലരുടെ അഭിപ്രായത്തിൽ യജ്ഞകർമ്മങ്ങൾക്ക് അധിപനായിട്ട് ഒരാളുണ്ട്.
പ്രകാശം ചൊരിയുന്ന ഭോഗഭൂമികൾ ഇഹലോകത്തിലും പരലോകത്തിലും ചിലയിടത്ത് മാത്രം കാണപ്പെടുന്നു. അപ്പോൾ പൂജ്യന്മാരെ, ചിലരുടെ അഭിപ്രായം അനുസരിച്ച് ആ സർവ കർമ്മഫലദാതാവായിരിക്കുന്ന ഒരാളുണ്ട്. ആ ഇഹത്തിലും പരത്തിലും ചില ഭോഗസ്ഥാനങ്ങളെ ശോഭനങ്ങളായും ചിലത് അശോഭനമായിട്ടും കാണപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പൂജ്യരെ, ചിലരുടെ അഭിപ്രായത്തെ അനുസരിച്ചിട്ട് സർവകർമ്മ ഫലദാതാവായിട്ടുള്ള ഒരാളുണ്ട്. ഇഹത്തിലും പരത്തിലും ചില ഭോഗസ്ഥാനങ്ങൾ ശോഭനങ്ങളായിട്ടും ചിലത് അശോഭനങ്ങളായിട്ടും കാണപ്പെടുന്നു. അപ്പോൾ ഹേ വിചാര കുശലന്മാരെ, പൂജ്യന്മാരിൽ വെച്ച് ഉത്തമന്മാരായിരിക്കുന്ന സഭ്യന്മാരെ, ധർമാധർമ്മങ്ങളുടെ ആ ഫലം നൽകുന്ന സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്നാണ് മഹാന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. ചിലർ സ്വമതപ്രകാരം അതിനെ നിഷേധിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്നാൽ അവരുടെ അഭിപ്രായം അനുഭവത്തിനും യുക്തിക്കും പ്രമാണത്തിനും യോജിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ ആ കർമ്മഫലത്തിൽ വൈചിത്ര്യമില്ലെന്ന് വരുന്ന പക്ഷം ലോകത്തിൽ വൈചിത്ര്യമുണ്ടാവാൻ കാരണമില്ല. ഈ ലോകത്തിൽ ചില ഭാഗങ്ങൾ സുഖപദാർത്ഥങ്ങൾ ധാരാളമുള്ളവയായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നു. വേറെ ചില ലോകത്തിലും സുഖാധിക്യമുള്ള സ്വർഗലോകങ്ങളും ദുഃഖാധിക്യമുള്ള നരകലോകങ്ങളും ഒക്കെ ഉണ്ടെന്ന് വേദം വിധിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളായിരിക്കുന്ന സുഖദുഃഖങ്ങളെ പ്രാണികൾക്ക് നൽകുവാൻ വേണ്ടി ഭഗവാൻ വിചിത്രങ്ങളായിരിക്കുന്ന ഈ ലോകേശ്വരൻ ഉണ്ടെന്ന് തന്നെ വിവേകികളായിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ, യജ്ഞപതിർനാമേശ്വര, യജ്ഞപതിയായിരിക്കുന്ന ഈശ്വരനുണ്ട്. കേഷാഞ്ചിൽ, ചിലർക്ക് ശേഷാഞ്ചിൻ മതേസ്തി, ചിലരുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഭഗവാനുണ്ട്. ഇഹാമുത്ര, അപ്പം ഇഹത്തിലും പരത്തിലും ഭോഗസ്ഥാനാനി, നല്ല ഭോഗങ്ങളെ ലഭിക്കുന്ന ശരീരാണി, നല്ല ഇഹാമുത്രച്ച ഭോഗസ്ഥാനാനി ശരീരാണി, ഭോഗസ്ഥാനങ്ങൾ ആയിരിക്കുന്ന ശരീരങ്ങൾ ഇഹത്തിലും പരത്തിലും ക്വചിത് ലക്ഷ്യത്തെ, പല സ്ഥലത്തും കാണപ്പെടുന്നു എന്നർത്ഥം. ചിലയിടത്തൊക്കെ കാണപ്പെടുന്നു. ക്വചിൽ ലക്ഷ്യത്തെ, ചിലയിടത്തൊക്കെ കാണപ്പെടുന്നു എന്നർത്ഥം. ഹേ ദേവാഹ യജ്ഞപതിർനാമേശ്വര, ഹേ ദേവാഹ യജ്ഞപതിർനാമേശ്വര, യജ്ഞപതിയായിരിക്കുന്ന ഒരു ഈശ്വരൻ. കേഷാംജിൻ മതേ അസ്തി, ചിലരുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു യജ്ഞപതിയായിരിക്കുന്ന ഈശ്വരനുണ്ട്. ഇഹാമുത്രച്ച, ഇവിടെയും പരലോകത്തിലും ഭോഗസ്ഥാനാനി, ഭോഗസ്ഥാനങ്ങളായിട്ട് ഉള്ള ശരീരങ്ങളായിട്ട്, ഭോഗസ്ഥാനങ്ങളുടെ ശരീരങ്ങളായിട്ട്, ശരീരാണി കൊചിൽ, ചിലയിടത്തെല്ലാം ലക്ഷ്യത്തെ കാണപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വ്യാഖ്യാനം. ഹേ ദേവാഹ യജ്ഞപതിർനാമേശ്വര കേഷാംജിൻ മതേ അസ്തി ഇഹാമുത്രച്ച ഭോഗസ്ഥാനാനി ശരീരാണി ക്വചിൻ ലക്ഷ്യത്തെ, ക്വചിത് ലക്ഷ്യത്തെ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ ചേർന്നതാണ്. മനോരുത്താനുപാദസ്യ ധ്രുവസ്യാപി മഹീപതേ പ്രിയവ്രതസ്യ രാജർഷേരംഗസ്യാസ്തൽപിതുഃ പിതുഃ, രാജർഷേരംഗസ്യാസ്തൽപിതുഃ പിതുഃ, ഈദൃശാനാം അധാന്യേഷാമജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യമസ്തി ഗദാഭൃതാം. എന്നുകൂടി ചൊല്ലാം. മനോരുത്താനുപാദസ്യ ധ്രുവസ്യാപി മഹീപതേ പ്രിയവ്രതസ്യ രാജർഷേരംഗസ്യ അംഗസ്യാസ്തൽപിതുഃ പിതുഃ, ഈദൃശാനാമഥാന്യേഷാമജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലൈശ്ചാപി കൃത്യമസ്തി ഗദാഭൃതാം.
അപ്പോൾ അല്ലയോ പൂജ്യരായ സദസ്സരെ, ചിലരുടെ പക്ഷത്തിൽ ആ യജ്ഞാധിപതികളായിരിക്കുന്ന ഒരു അധിപതിയായിട്ടുള്ള ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനാണ് കർമ്മഫലങ്ങളെ ദാനം ചെയ്യുന്നത്. അതിന് വിപരീതാഭിപ്രായക്കാരുണ്ടെങ്കിലും ഉണ്ടെന്ന് തന്നെയാണ് അനുഭവം കൊണ്ട് അറിയുന്നത്. ഇഹത്തിലും പരത്തിലും ചിലർക്ക് മാത്രം ശോഭയോട് കൂടിയിരിക്കുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ടല്ലോ, ചിലർക്ക് മറിച്ചും എന്നാണ് പറയുന്നത്. അപ്പോൾ മറിച്ചും കർമ്മങ്ങൾ വീക്ഷിച്ച് അതിനനുസൃതമായിട്ട് ഫലം ദാനം ചെയ്യുന്ന ഒരാൾ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ അനുഭവം തന്നെ വേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദിക്കുക. അങ്ങനെയല്ല എന്നുള്ള നിലയ്ക്ക് അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അതിന് ഒരു നാഥനുണ്ട് എന്നുള്ളതാണ് ഇവിടെ, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. സഭാവാസികളിൽ നിരീശ്വരവാദികളും ഉണ്ടാകാം. അവരെ അവഹേളിച്ചു എന്ന് വരാതിരിക്കാനാണ് വളരെ മൃദുവായിരിക്കുന്ന രീതി അംഗീകരിച്ചത്. പക്ഷേ കാര്യം ചിലപ്പോൾ അവരും ധരിക്കത്തക്ക രീതിയിൽ പറയണം. ഒന്നുകൂടി പറയാം. അല്ലയോ പൂജ്യരായിട്ടുള്ള സദസ്യരെ, ചിലരുടെ പക്ഷത്തിൽ ആ യജ്ഞാധിപതിയായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനാണ് കർമ്മഫലങ്ങൾ ദാനം ചെയ്യുന്നത്. അതിന് വിപരീത അഭിപ്രായക്കാരുണ്ടെങ്കിലും ഉണ്ടെന്ന് തന്നെയാണ് അനുഭവം കൊണ്ട് അറിയുന്നത്. അപ്പോൾ ഇഹത്തിലും പരത്തിലും ചിലർക്ക് മാത്രം ശോഭയോട് കൂടിയ അനുഭവങ്ങൾ കാണുന്നുണ്ടല്ലോ, ചിലർക്ക് മറിച്ചും. കർമ്മങ്ങൾ വീക്ഷിച്ച് അതിനനുസൃതമായിരിക്കുന്ന ഫലം ദാനം ചെയ്യുന്ന ഒരാളില്ലെങ്കിൽ എല്ലാവർക്കും ഒരേ അനുഭവം തന്നെ വേണ്ടതല്ലേ? അങ്ങനെയല്ല, അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അതിന് ഒരു നാഥനുണ്ടെന്നർത്ഥം. അതാണ് ഈശ്വരൻ. സഭാവാസികളിൽ നിരീശ്വരവാദികൾ ഉണ്ടാകാം. അവരെ അവഹേളിച്ചു എന്ന് വരാതിരിക്കാനാണ് വളരെ മൃദുവായിരിക്കുന്ന രീതി അംഗീകരിച്ചത്. പക്ഷേ കാര്യം അവരും ധരിക്കത്തക്ക രീതിയിൽ പറയുന്നും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ശ്ലോകം ചൊല്ലിയത്. 2 ശ്ലോകങ്ങൾ. മനോരുക്താനുപാതസ്യ ധ്രുവസ്യാഭിമഹീപതേ പ്രിയവ്രതസ്യ രാജർഷേർ അംഗസ്യാസ്തൽ പിതുഃ ഈദൃശാനാം അഥാന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാഭി കൃത്യമസ്തി ഗതാഭൃതാഃ. ബ്രഹ്മാവിനും ശ്രീരുദ്രനും ചക്രവർത്തിയായിരുന്ന സ്വയംഭൂമനുവിനും ഉത്താനപാദ മഹാരാജാവിനും ധ്രുവനും പ്രിയവ്രതനും പിന്നെ അവരുടെ പിതാമഹന്മാരായിരിക്കുന്ന അങ്കൻ എന്ന രാജർഷിക്കും അതുപോലെ അധ ഇത്തരക്കാരായിരിക്കുന്ന മറ്റുള്ളവർക്കുമൊക്കെ മഹീപതയെ മറ്റുള്ള രാജാക്കന്മാർക്കും പ്രഹ്ലാദനും ബലേഹെ അപി ആ ചക്രവർത്തിയായിരുന്ന മഹാബലിക്കും മഹാവിഷ്ണുവിനാൽ കൃത്യം അസ്തി ചെയ്ത് കിട്ടേണ്ടതായിട്ടുള്ള കാര്യം. ഇവർക്കൊക്കെ ആ ഭഗവാനാൽ ഓരോരോ കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്ത് കിട്ടേണ്ടതായിട്ട് ഉണ്ടെന്നാണ് അർത്ഥം. മനോരുത്താനുപാതസ്യ ധ്രുവസ്യാപി മഹീപതേ പ്രിയവ്രതസ്യ രാജർഷേരംഗസ്യാസ്തൽ പിതുഃ ഈദൃശാനാമധാന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലൈശ്ചാപി കൃത്യമസ്തി ഗതാഭൃത. അജസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജസ്യ ച ബ്രഹ്മാവിനും ഭവസ്യ ച ശ്രീരുദ്രനും മഹീപതേഹെ ചക്രവർത്തിയായിരുന്ന മനോഹോ സ്വയംഭൂമനുവിനും മഹീപതേഹെ ഉത്താനപാദസ്യ ചക്രവർത്തിയായിരുന്ന ഉത്താനപാദനും മഹീപതേഹെ ധ്രുവസ്യ അപി ചക്രവർത്തിയായിരുന്ന ധ്രുവനും മഹീപതേഹെ പ്രിയവ്രതസ്യ ചക്രവർത്തിയായിരുന്ന പ്രിയവ്രതനും അസ്മത് പിതുഃ നമ്മുടെ ഒക്കെ പിതാമഹനായിരിക്കുന്ന അങ്കനെന്ന രാജർഷിക്കും അധ പിന്നെ ഈദൃശാനാം ഇത്തരക്കാരായിരിക്കുന്ന അന്വേഷാം മറ്റു പലർക്കും മഹീബലേഹെ ച അപി ചക്രവർത്തിയായിരുന്ന മഹാബലിക്കും ഗതാഭൃതാ മഹാവിഷ്ണുവിനാൽ അസ്ഥി ചെയ്തു കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നർത്ഥം. അപ്പോൾ അജസ്യ ച ഭവസ്യ ച മഹീപതേഹേ മനോഹോ ഉത്താനപാദസ്യ
उत्तानपादस्य ध्रुवस्य अपि प्रियव्रतस्य अस्मत्पितुः पितुः अङ्गस्य राजर्षेः ईदृशानाम् अन्येषां प्रह्लादस्य बलेः च अपि गताभृता कृत्यम् अस्ति. ഗതാഭൃതാ കൃത്യം അസ്തി. ഇതാണ് അതിലത്തെ അന്വയം. ഒന്നും കൂടി പറയാം. അജസ്യ ച ബ്രഹ്മാവിനും അജസ്യ ച ഭവസ്യ ച ശ്രീരുദ്രനും മഹീപതേഹ ചക്രവർത്തിയായിരുന്ന മനോഹ സ്വായംഭുവമനുവിനും ഉത്താനപാദസ്യ ചക്രവർത്തിയായിരുന്ന ഉത്താനപാദനും മഹീപതേഹ ധ്രുവസ്യ അപി ചക്രവർത്തിയായിരുന്ന ധ്രുവനും പിന്നെ പ്രിയവ്രതന് അതുപോലെ അസ്മത് പിതുഹു നമ്മളുടെ ആ പിതാമഹന്മാരായിരിക്കുന്ന അങ്കനും രാജർഷേഹേ രാജർഷിക്കും അങ്കൻ എന്ന രാജർഷിക്കും അധ പിന്നെ ഇത്തരക്കാരായിരിക്കുന്ന അന്വേഷാം മറ്റു പലർക്കും പിന്നെ ചക്രവർത്തിയായിരിക്കുന്ന പ്രഹ്ലാദനും ബലിക്കും ബലേഹച്ച അപി ഗതാഭൃത മഹാവിഷ്ണുവിനാൽ കൃത്യമസ്തി. ഒന്നും കൂടി പറയാം അതിൻ്റെ അന്വയം. അജസ്യ ച ഭവസ്യ ച മനോഹോ മഹീപതേഹ ഉത്താനപാദഃ പ്രിയവ്രതസ്യ ധ്രുവസ്യ പ്രിയവ്രതസ്യ അസ്മത് പിതുഃ അംഗസ്യ രാജർഷേः അഥ ഈദൃശാനാം അന്യേഷാം പ്രഹ്ലാദസ്യ ബലേഹ ച അപി ഗതാഭൃതാ കൃത്യം അസ്തി. പറഞ്ഞു എന്താ മനുവിനും ഉത്താനപാദനും രാജാവായ ധ്രുവനും രാജർഷിയായിരിക്കുന്ന പ്രിയവ്രതനും പിതാമഹനായിരിക്കുന്ന അങ്കനും ഇങ്ങനെ മറ്റനേകം മഹാന്മാർക്കും ബ്രഹ്മാവിനും ശിവനും പ്രഹ്ലാദനും മഹാബലിക്കും ഈശ്വരൻ്റെ ആവശ്യകതയുണ്ട് ഉള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് നോക്കാം. സ്വയംഭുവ മനു ഉത്താനപാദൻ ധ്രുവൻ പ്രിയവ്രതൻ നമ്മുടെ പിതാമഹനായിരിക്കുന്ന അങ്കൻ നമ്മുടെ പിതാമഹനായിരിക്കുന്ന അങ്കൻ എന്നീ രാജർഷിമാർക്കും ബ്രഹ്മാവ പരമേശ്വരൻ പ്രഹ്ലാദൻ ബലി എന്നീ മഹാനുഭാവന്മാർക്കും മറ്റും സർവേശ്വരനായിട്ട് ഒരാളുണ്ടെന്നതിൽ സംശയമില്ല. എല്ലാവർക്കും ഭഗവാനാൽ ചെയ്തു കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഈശ്വരൻ ഉണ്ട്. അതാണ് ഒരു യജ്ഞപതിയായിരിക്കുന്ന ഈശ്വരൻ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഉണ്ടെന്ന് വരികിൽ ചിലരെന്തുകൊണ്ട് അതിനെ അംഗീകരിക്കാതിരിക്കുന്നു എന്ന ശങ്കയ്ക്ക് സമാധാനം ആയിട്ടാണ് പറയുന്നത്. ജന്മാന്തരകൃത പാപഫലം അനുഭവിപ്പാനായിട്ട് ഇഹലോകത്തിൽ മൃത്യുവിൻ്റെ പുത്രിയുടെ പുത്രനായി ജനിച്ച വേനൻ മുതലായവർ ഈശ്വര സ്വഭാവത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് ഈശ്വരനില്ലെന്ന് വരികയില്ല. അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിൽ പറയണതാണ്. അപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അപ്പോൾ ഇവിടെ ആ ഈശ്വരൻ ഉണ്ടെന്ന് വരികിൽ ചിലർ എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കാതിരിക്കുന്നു എന്ന ശങ്കയ്ക്ക് സമാധാനം. ജന്മാന്തരകൃത പാപഫലം അനുഭവിപ്പാനായിട്ട് ഇഹലോകത്തിൽ മൃത്യുവിൻ്റെ പുത്രിയുടെ പുത്രനായി ജനിച്ച വേനൻ മുതലായവർ അപ്പോൾ ഇത് തന്നെ ഇത് പറഞ്ഞു ഈ ശ്ലോകത്തിൽ. ഇവർക്കൊക്കെ ആ ഈശ്വരനുണ്ടെന്നുള്ളത് തീർച്ചയാണ്. മനുവിനും ഉത്താനപാദനും രാജാവായിരിക്കുന്ന ധ്രുവനും രാജർഷിയായിരിക്കുന്ന പ്രിയവ്രതനും പിതാമഹനായിരിക്കുന്ന അങ്കനും ഇങ്ങനെ മറ്റനേകം മഹാന്മാർക്കും ബ്രഹ്മാവിനും ശിവനും പ്രഹ്ലാദനും മഹാബലിക്കും ഈശ്വരൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞു നോക്കാം. ഇഹാമുത്രച ഭോഗ ശരീരാണി ക്വചി ലക്ഷ്യന്തേ മനോരുത്താനുപാദസ്യ മനുവിനും ഉത്താനപാദനും ധ്രുവസ്യ പ്രിയവ്രതസ്യ അംഗസ്യ ധ്രുവനും പ്രിയവ്രതനും അങ്കനും അജസ്യ എന്ന് ബ്രഹ്മാവിനും ശിവനും പ്രഹ്ലാദനും ബലേശ്ചേദൃശാനാം ബലിക്കും അതുപോലെ ഈദൃശനുമായിരിക്കുന്ന അന്വേഷണം മറ്റുള്ളവർക്കും ച ധർമ്മേ മോഹിതാം
ധർമ്മത്തെ മോഹിപ്പിക്കുന്നതായ അവർക്കെല്ലാം ധർമ്മേ മോഹിതാൻ ശോച്യാൻ വേനാദിൻ, ധർമ്മത്തിൽ മോഹിതനായിട്ട് ശോചിക്കുന്ന ദുഃഖിക്കുന്ന വേനാദിൻ, ഇവർക്കൊക്കെ ആരുണ്ട്? വിനേശ്വരേണ, ഈശ്വരനില്ലാതെ കൃത്യമസ്തി, ഒരു കർമ്മവും ചെയ്യാനാവില്ല. അവർക്കൊക്കെ ഈശ്വരനുണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. വിനേശ്വരേണ കൃത്യം അസ്തി എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പറയാമെന്നും കൂടി. മനോരുത്താനുപാദസ്യ ധ്രുവസ്യ പ്രിയവ്രതസ്യ അംഗസ്യ അജസ്യ ശിവസ്യ പ്രഹ്ലാദസ്യ ബലേശ്ചേദൃശാനാം അന്യേഷാം ച ധർമ്മേ മോഹിതാൻ ശോച്യാൻ വേനാദീൻ വിനേശ്വരേണ കൃത്യമസ്തി എന്നുള്ളതാണ് അതിലത്തെ ആ അന്വയത്തിൽ എന്താണ് വ്യാഖ്യാനത്തിൽ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് 30-ാമത്തെ ശ്ലോകം നോക്കാം. 30-ാമത്തെ ശ്ലോകം ദൗഹിത്ര്യാദീൻ ഋതേ മൃത്യോഹോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ. ഇതിന് കൂടെ കൂട്ടേണ്ടതാണ്. ആ വേനനെ കൂടെ പറയുന്നുണ്ട്. ദൗഹിത്രാദീൻ ഋതേ മൃത്യോഹോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണം പ്രായേണൈക ആത്മ്യഹേതുന. ആ ധർമ്മവിമോഹിതൻ, ധർമ്മം എന്തെന്ന കാര്യത്തിൽ ആ ശോച്യന്മാരായിരിക്കുന്ന മൃത്യുദേവൻ്റെ ആ മകളുടെ മകൻ, അതാണ് വേനൻ. മൃത്യുദേവൻ്റെ മകളുടെ മകനാണ് വേനൻ. ഒഴികെ മറ്റുള്ളവർക്ക്, ബാക്കിയുള്ളവർക്കെല്ലാം വർഗസ്വർഗാപവർഗാണം, ധർമാർത്ഥകാമങ്ങൾ, സ്വർഗസുഖം, മോക്ഷം എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ട് പ്രായേണ പൊതുവിൽ ഐകാത്മ്യഹേതുന ഐക്യസ്വഭാവം വന്നേക്കും എന്നതിനാൽ ഒരു ഈശ്വരനുണ്ടെന്ന് ഉറപ്പാണ്. വേനൻ മാത്രമേ വേനന് ചെയ്തു ഭഗവാൻ ഉണ്ട്, വേനനും ഭഗവാനുണ്ട്. പക്ഷേ വേനൻ മാത്രമേ ഭഗവാനെ നിരാകരിച്ചിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ദൗഹിത്ര്യാദീൻ ഋതേ, മകളുടെ മകൻ ആയിരിക്കുന്ന മൃത്യോഹോ, മൃത്യുവിൻ്റെ മകളുടെ മകനായിരിക്കുന്ന ആ വേനൻ ശോച്യാൻ, അദ്ദേഹം ശോചിച്ചു. എന്തുകൊണ്ട്? ധർമ്മവിമോഹിതാൻ, ധർമ്മത്തിൽ വിമോഹിച്ചിട്ട് ശോച്യാൻ, ശോചിക്കുന്നവരും ധർമ്മവിമൂഢന്മാർ ആയിട്ടുള്ള ആൾക്കാർ അവരൊഴികെ അവർക്ക് ഈശ്വരൻ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. മൃത്യുവിൻ്റെ പുത്രനായിരിക്കുന്ന വേനൻ, അതുപോലെ ശോചിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, ധർമ്മവിമോഹിതാൻ, ധർമ്മത്തിൽ മോഹിച്ചവർ, ഇവർക്കൊക്കെ ചിലപ്പോൾ അവർക്ക് ഈശ്വരൻ ഉണ്ടാവില്ല. വർഗസ്വർഗാപവർഗാണം, അധർമാർത്ഥ കാമങ്ങൾ, സ്വർഗം, മോക്ഷം എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ട് പൊതുവിൽ, എന്നാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പൊതുവിൽ ആ ഒരു ഐക്യ സ്വഭാവത്തിൽ ഒരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ദൗഹിത്ര്യാദീൻ ഋതേ മൃത്യോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണം പ്രായേണ ഏകാത്മ്യഹേതുന. നമുക്ക് അതിലത്തെ പദങ്ങൾ നോക്കാം. ധർമ്മവിമോഹിതാൻ, ധർമ്മം എന്തെന്ന കാര്യത്തിൽ വിമൂഢന്മാരും, ശോച്യാൻ ശോചിക്കുന്നവരും, ദുഃഖിക്കുന്നവർ, മൃത്യോഹോ മൃത്യുദേവൻ്റെ, ദൗഹിത്ര്യാദീൻ മകളുടെ മകൻ മുതലായവർ, വേനൻ തുടങ്ങിയിട്ടുള്ളവർ എന്നർത്ഥം. ഋതേ ഒഴികെ മറ്റുള്ളവർക്ക്, ഇവരൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് ഇവർക്ക് ഒന്നും ആ ഈശ്വരൻ ചിലപ്പോൾ ഇല്ല എന്നുള്ള ചിന്താഗതിയുള്ളവരാണ്. വർഗസ്വർഗാപവർഗാണം, ധർമാർത്ഥകാമങ്ങൾ, സ്വർഗസുഖം, മോക്ഷം എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ട് പ്രായേണ പൊതുവിൽ ഐകാത്മ്യഹേതുന ഐക്യസ്വഭാവം വന്നേക്കും എന്നതിനാൽ ഒരു ഈശ്വരനുണ്ടെന്ന് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മവിമോഹിതാൻ, ധർമ്മം എന്തെന്ന കാര്യത്തിൽ വിമൂഢന്മാരും, ശോച്യന്മാരും, മൃത്യോഹോ മൃത്യുദേവൻ്റെ, ദൗഹിത്ര്യാദീൻ മകളുടെ മകൻ മുതലായവരും, ഋതേ ഒഴികെ മറ്റുള്ളവർക്ക്, വർഗസ്വർഗാപവർഗാണം ധർമാർത്ഥകാമങ്ങൾ, മോക്ഷം, സ്വർഗസുഖം എന്നിവയ്ക്കെല്ലാം വേണ്ടിയിട്ട്
ആണ് വർഗസ്വർഗാപവർഗാണാം എന്ന് പറഞ്ഞാൽ ധർമാർത്ഥകാമങ്ങൾ, സ്വർഗസുഖം, മോക്ഷം എന്നിവയ്ക്കെല്ലാം വേണ്ടി പ്രായേണ പൊതുവിൽ ഐക്യാത്മ്യഹേതുന ഐക്യസ്വഭാവം വന്നേക്കും എന്നതിനാൽ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് ഉറപ്പാണെന്നർത്ഥം. അപ്പോൾ ഇതിൽ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർവേശ്വരനായിട്ടൊരാളുണ്ടെന്നതിൽ സംശയമില്ല. ധർമ്മം എന്തെന്നറിയാതെ ഭ്രമിച്ചവരും തന്നിമിത്തം ശോച്യന്മാരും ആയിട്ടുള്ള മൃത്യുവിൻ്റെ മകളുടെ സന്താനങ്ങളായിരിക്കുന്ന വേനൻ മുതലായവർ, ഇവർക്കൊക്കെ ഒഴികെ എല്ലാവർക്കും ഈശ്വരനുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം എന്നാണ്. അപ്പോൾ ധർമാർത്ഥകാമങ്ങളാകുന്ന ത്രിവർഗം, സ്വർഗം, മോക്ഷം എന്നിവയെല്ലാം കർമ്മഫലങ്ങളാണ്. പക്ഷേ അവ ജഡങ്ങളാണ്. സ്വയം വന്നു ചേരുവാൻ അപര്യാപ്തങ്ങളും ആകയാൽ അവയെ നൽകുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടെന്നതിൽ സന്ദേഹമില്ല. ഒന്നുകൂടി പറയാം. ധർമ്മം എന്തെന്നറിയാതെ ഭ്രമിച്ചവരും തന്നിമിത്തം ശോച്യന്മാരും ആയിട്ടുള്ള മൃത്യുവിൻ്റെ മകളും സന്താനങ്ങളായിരിക്കുന്ന വേൻ മുതലായവർ ഒഴികെ എല്ലാവർക്കും ഈശ്വരനുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. ധർമാർത്ഥകാമമാകുന്ന ത്രിവർഗം, സ്വർഗം, മോക്ഷം, ത്രിവർഗം എന്ന് പറഞ്ഞാൽ സ്വർഗസുഖം, മോക്ഷം, ത്രിവർഗം, മോക്ഷം, സ്വർഗം എന്നിവയെല്ലാം ആ കർമ്മഫലങ്ങളാണ്. പക്ഷേ അവ ജഡങ്ങളും സ്വയം വന്നു ചേരുവാൻ അപര്യാപ്തങ്ങളും ആകയാൽ അവയെ നൽകുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടെന്നതിൽ സംശയമില്ല. ത്രിവർഗം എന്ന് പറഞ്ഞാൽ ധർമാർത്ഥകാമങ്ങളെന്നാണ്. സ്വർഗം, മോക്ഷം ഇവയെല്ലാം കർമ്മഫലമായി ലഭിക്കുന്നതിൻ്റെ പിന്നിൽ വിവേചനാശക്തി എന്നൊന്നുണ്ട്. അതില്ലെങ്കിൽ അവ തമ്മിൽ പൊതുവേയുള്ള ആ ഏകഭാവം നിമിത്തം ഇതിനിന്ന ഫലം എന്തെന്ന് വന്നു കൂടാ. ഇതിൻ്റെ ആ ദൃഷ്ടാന്തം ഇവയുടെ പൊതുവായിരിക്കുന്ന സ്വഭാവം അഥവാ ധർമ്മം കർമ്മഫലമാവുക എന്നതാണ്. അപ്പോൾ ഇന്നതിനിന്നതെന്ന അത് വിവേചനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അങ്ങനെയാണ് ആ സംഭവിക്കുന്നത്. അതിനാൽ ഈശ്വരശക്തി ഇവർക്ക് അവലംബമായിട്ട് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും അതിനാൽ ഈശ്വരശക്തി അവലംബം ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൃത്യുവിൻ്റെ പുത്രിയുടെ പുത്രന്മാരും ധർമ്മവിഷയത്തിൽ അമോഹിതരും അതുകൊണ്ട് തന്നെ അശോച്യന്മാരുമായിരിക്കുന്ന വേനാദികൾ ഒഴിച്ച് മറ്റെല്ലാവരും ധർമാർത്ഥകാമങ്ങളുടെയും സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും അനന്യഹേതുവായും സർവശക്തനുമായ ഭഗവാനെ കൊണ്ടുള്ള ആവശ്യകത അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഈശ്വരനെ ഈശ്വരൻ ഉണ്ടെന്ന് വരിക ചിലർ അതിനെ അംഗീകരിക്കാതിരിക്കും. അതിൽ ഈശ്വരനുണ്ടെന്ന് വരികിൽ ചിലർ എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കാതിരിക്കുന്നുവെന്ന ശങ്കയ്ക്ക് സമാധാനം ജന്മാന്തരകൃത പാപഫലം അനുഭവിപ്പാനായിട്ട് ഇഹലോകത്തിൽ മൃത്യുവിൻ്റെ പുത്രിയുടെ പുത്രനായിട്ട് ജനിച്ച വേനൻ മുതലായവർ ഈശ്വര സദ്ഭാവത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് ആ ഈശ്വരൻ ഇല്ലെന്ന് വരികയില്ല. അവർ നിരീശ്വരവാദം കൊണ്ട് അവരുടെ നിരീശ്വരവാദം കൊണ്ട് ഈശ്വരൻ ഇല്ലെന്ന് വരുന്നില്ല. കാരണം ഈശ്വര ഭജനരൂപമായിരിക്കുന്ന ധർമ്മത്തെ അധർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച ആ പാപികളെക്കുറിച്ച് സജ്ജനങ്ങൾ വ്യസനിക്കുകയാണ് ചെയ്യുന്നത്. പുണ്യപാപകർമ്മങ്ങൾ ജഡങ്ങളാകയാൽ സ്വതേ ഫലം ജനിപ്പിക്കുവാൻ ശക്തങ്ങളല്ല. അവയുടെ താരതമ്യമനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമം എന്ന പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതിനും സമർത്ഥനായിരിക്കുന്ന ഒരു ഈശ്വരൻ ഉണ്ടെന്ന് തന്നെ ആ വിവേകികൾ നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇതിൽ വ്യാഖ്യാനം അതും കൂടി ഒന്ന് നോക്കാം. വ്യാഖ്യാനം വന്നിട്ട് അതാണ് അതിൽ പറഞ്ഞ ബലേശ്ചേ ഈദൃശാനാം അന്യേഷാം ച ധർമ്മേ മോഹിതാൻ, ധർമ്മത്തിൽ മോഹിച്ചവരും ശോചിച്ചവരും വേനാദീൻ, ആ വേനാദികൾ വിനേശ്വരാണ്. അവർ മാത്രമാണ് ഈശ്വരൻ ഇല്ലെന്ന് വിചാരിക്കുന്നത്. അവർക്കെല്ലാവർക്കും പൊതുവേ ഈ ഭഗവാൻ ആണ് ഈ വേണ്ടതിനെല്ലാം കൊടുക്കുക. കൃത്യം അസ്ഥി എന്നുള്ളത് കഴിഞ്ഞ വ്യാഖ്യാനത്തിൽ തന്നെ പറഞ്ഞാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ക്ലാസ്സിൽ.